പോലീസ് ഇൻസ്പെക്ടർ ബന്ദൂക്നി സിംഗിന്റെ സ്പെഷ്യൽ കാൽപ്രയോഗം കൊണ്ട് ഫണ്ടൂസ് നഗറിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫണ്ടൂസ് നഗറിലെ ജനങ്ങൾ മാഡത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിയമത്തിന്റെ പിടിയിൽ നിന്നും എന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ മറന്നു പോകും. എന്റെ ദൈവമേ, എന്റെ മേക്കപ്പ് മുഴുവൻ കളഞ്ഞല്ലോ. എങ്കിലിനി ജനങ്ങൾ നിന്നെ വെറുത്തു തുടങ്ങും പോലീസ് മാഡം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ എന്നെയും പിടിച്ച് ജയിലിലിട്ടതല്ലേ? നീ നോക്കിക്കോ, നിന്നോട് ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. നിന്റെ മുഖഛായയുള്ള മാസ്ക് ധരിച്ച് ഈ ഫണ്ടൂസ് നഗറിലെ ജനങ്ങൾക്കിടയിൽ ഞാൻ നിനക്ക് ദുഷ്പേരുണ്ടാക്കി തരും. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, ഈ ഫണ്ടൂസ് നഗറിലെ ജനങ്ങൾക്ക് നിന്നോട് എത്ര സ്നേഹം ഉണ്ടാകുമെന്ന് നോക്കാം. പോലീസ് മാഡം, എന്റെ കളി ഇവിടെ തുടങ്ങുമോ? ഇതാരാ? വരണം വരണം. പോലീസ് മാഡം, സുസ്വാഗതം. പറയൂ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഇതെല്ലാം എടുത്ത് ജീപ്പിൽ കൊണ്ടുവയ്ക്കൂ. പോലീസ് മാഡം, മാഡത്തെ ഇവിടെ വെച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, ഭാര്യയുടെ ബർത്ത്ഡേ എടുക്കുകയാണ്. അവൾക്കൊരു നല്ല നെക്ലേസ് വേണമായിരുന്നു. പക്ഷെ എന്തെടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല മാഡം. മാഡം എന്നെ ഒന്ന് സഹായിച്ചാൽ ഉപകാരമായിരുന്നു. എന്തൊരു കഷ്ടാണിത്, ഈ അമ്മാവൻ. ഇത് നോക്കിയ പോലീസ് മാഡം, ഇതൊന്ന് ഇട്ട് കാണിക്കാമോ? ഇത് കൂടെ ഇരിക്കട്ടെ. പിന്നെ ഇതൊന്ന് ഇട്ട് നോക്കി. ഇതിലൊന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ആ നെക്ലസ് ഒന്ന് എടുത്തു തരാമോ? ആ കോർണറിൽ. അമ്മാവന്റെ കണ്ണു വെട്ടിച്ചോടാം പറ്റിയ അവസരാണിത്. അതെ മാഡം, മാഡം ഈ ബില്ലെടുക്കാൻ മറന്നുപോയതെന്താ? താൻ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തുവിടാ, അവിടെ തന്നോളാം. അതിനെന്താ മാഡം, ഞാൻ കൊടുത്തയക്കാമല്ലോ. മാഡത്തെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടല്ലോ. ഓ, ഈ പോലീസ് മാഡം ഇത് എവിടെ പോയി? പോലീസ് മാഡം, എന്റെ രണ്ടാമത്തെ അടവ് ഞാൻ പ്രയോഗിക്കാൻ പോവാ. എടോ ബഹദൂറെ, ഡ്യൂട്ടി ടൈമിലാണോ കിടന്നുറങ്ങുന്നത്? എണീക്കണോ? ഇത്രയും ചെറിയ പോലീസ് സ്റ്റേഷനില് ഇത്രയും തടവുകാരോ? നേരെ വണ്ണം ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ബഹദൂറെ, എല്ലാവരെയും പുറത്തേക്ക് വിട്ടേക്ക്. ഇൻസ്പെക്ടർ, താനോ അതോ ഞാനോ? ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. സംഭവം പൊളിക്കും. അതെ പോലീസ് മാഡം, ഒന്ന് നിൽക്കൂ മാഡം. ഇത് എന്താ അന്യായമാണ്? എന്താണോ ഇത്? 2 ലക്ഷത്തിന്റെ ബില്ലോ? അതിന് ഞാൻ തന്റെ കടയിൽ വന്നിട്ടേ ഇല്ലല്ലോ. മാഡം ഇപ്പൊ നല്ല ഫലിതം പറയുന്ന മൂഡിലാണെന്ന് തോന്നുന്നു. അതൊന്നും സാരമില്ലെന്നേ, എനിക്കിപ്പോ പണത്തിന് അത്യാവശ്യമൊന്നും ഇല്ലെന്നേ. വൈകുന്നേരത്തിന് മുമ്പ് കടയിലേക്ക് എത്തിച്ചു തന്നാലും മതി കേട്ടോ. ശരി, എന്താണോ ഇത്? ഇയാൾ എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? എടോ ബഹദൂറെ, ജയിൽ ഒഴിഞ്ഞെടുക്കുകയാണല്ലോ. തടവുകാരൊക്കെ എവിടെ പോയി? എന്റെ പൊന്നു മാഡം, മാഡം തന്നെയല്ലേ എല്ലാത്തിനും തുറന്നു വിടാൻ വേണ്ടി പറഞ്ഞത്. അയ്യോ, ഇപ്പൊ മാഡത്തിന്റെ മൂഡ് ശരിയായെന്നാ തോന്നുന്നത്. ഈ മിമിക്രി ഉണ്ടാക്കിയ പൊറോട്ട എങ്ങനെയുണ്ട് മാഡം? ഇതാ മാഡത്തിന്റെ ബില്ല് വാങ്ങിച്ചോ. പോലീസിന്റെ അടുത്താണ് പൈസ ചോദിക്കുന്നത്. ഈ പോലീസുകാരിയുടെ അടി എങ്ങനെയുണ്ടെന്ന് പറയണോ? ഹലോ പോലീസ് മാഡം. പോലീസ് മാഡത്തിന് എന്താ പറ്റിയത്? എന്തോ ഒരു മാറ്റം തോന്നുന്നു. അത് ശരിയാണ് തരവാ. പോലീസ് മാഡത്തിന് നമ്മളെ കണ്ടിട്ടൊട്ടും പരിചയമില്ലാത്ത പോലെയാണെന്ന് പറയുന്നത്. എന്ത് പറ്റി മിമിക്രി അങ്കിൾ? ഞാനെന്ത് പറയും, എവിടുന്ന് പറഞ്ഞു കൊടുക്കും? എന്നെന്ന് സലാഡ് മാത്രം കഴിക്കുന്ന പോലീസ് മാഡം ഇന്ന് 10 പൊറോട്ടയാ കഴിച്ചത്.
അത് പോരാഞ്ഞിട്ട് ഞാൻ കാശ് ചോദിച്ചപ്പോ അവരെന്നെ അടിച്ചു വീട്ടിട്ടാ പോയത്. എന്റെ ഈശ്വരാ. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട് മിമിക്രി ചേട്ടാ. നിങ്ങൾ ഈ കരച്ചിലൊന്നും നിർത്തൂ, അല്ലെങ്കിൽ ഞാനും കരയാൻ തുടങ്ങും. ഹലോ ഹലോ പോലീസ് മാഡം. ഹലോ അനന്തരവ, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണല്ലോ. നിങ്ങൾ വേഗം സ്റ്റേഷനിലേക്ക് വാ. തീർച്ചയായും പോലീസ് മാഡം. മിമിക്രി അങ്കിൾ 10 പൊറോട്ട കഴിച്ചിട്ട് പോയ ആ സ്ത്രീ പോലീസ് മാഡം അല്ലെന്നാണ് തോന്നുന്നത്. അനന്തരവാ, എന്താ ഈ പറയുന്നേ? ഞാൻ അവരെ എന്റെ ഈ കണ്ണുകൊണ്ടാ കണ്ടത്. പോലീസ് മാഡം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോ എന്നെ വിളിച്ചു സംസാരിച്ചത്. മാത്രമല്ല പോലീസ് മാഡം അല്പം മുമ്പാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടത്. അവർക്ക് ഇത്ര വേഗം ഹോട്ടലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്താൻ സാധിക്കില്ല. പോലീസ് മാഡത്തിന്റെ പേരിൽ ആരോ നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോ അതാണോ കാലത്ത് ഞാൻ ഗരീബ് ദാസ് ജ്വല്ലറിയിൽ വെച്ച് കണ്ടപ്പോഴും മാഡത്തിന് വല്ലാത്തൊരു മാറ്റം തോന്നിയ? എന്റെ അനന്തരവ, ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. ഐഡിയ! നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ പോലീസ് മാഡം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാഡത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പിടിച്ചു തരുന്നുണ്ട്. അവർ സ്വയം നമ്മുടെ മുന്നിൽ ഹാജരാകും. നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ഇൻസ്പെക്ടർ മാഡത്തിന് 5 ലക്ഷം രൂപ ധീരതയ്ക്കുള്ള പുരസ്കാരമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കൃത്യം 12 മണിക്ക് ഫണ്ടൂസ് നഗർ മൈതാനത്തിൽ എത്തിച്ചേരുക. നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ. 5 ലക്ഷം രൂപയോ? ഇത് യഥാർത്ഥ പോലീസുകാരിക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റുകാരിക്കാ കിട്ടാൻ പോകുന്നേ. ഹലോ പോലീസ് മാഡം, ഇനി എന്റെ 3ാമത്തെ അടവ് കണ്ടോ? ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. ഇനി പോലീസ് മാഡത്തിന് കൃത്യസമയത്ത് ഫണ്ടൂസ് നഗറിലെത്താൻ കഴിയില്ല. പിന്നെ 5 ലക്ഷം രൂപ മുഴുവനും എനിക്ക്. ടയർ പഞ്ചർ? ഇനി നമ്മൾ എങ്ങനെയാണ് ഫണ്ടൂസ് നഗറിലെ മൈതാനത്തിൽ എത്തിച്ചേരുന്നത്? ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുമ്പോഴാണോ നിന്റെ ചിരി? അതല്ല പോലീസ് മാഡം, എന്റെ പ്ലാൻ വലിച്ചുവെന്ന് ഓർത്തപ്പോ ശരിക്കും സന്തോഷം തോന്നുന്നു. ഈ ടയർ പഞ്ചറാക്കിയത് ഡ്യൂപ്ലിക്കേറ്റ് പോലീസിന് തന്നെയായിരിക്കും. കാരണം കൃത്യസമയത്തിന് മാഡത്തിന് സമ്മാനം വാങ്ങാൻ അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതും അവർക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമല്ലോ. വേഗം സ്കൂട്ടറിൽ കയറി ഫണ്ടൂസ് നഗർ മൈതാനത്തിൽ പോവാം. ഒന്ന് മാറി നിക്കടി ഡ്യൂപ്ലിക്കേറ്റ്. എന്റെ അമ്മേ, ഒന്നിന് പകരം 2 പോലീസ് മാഡമോ? കണ്ടില്ലേ, 2 പോലീസ് മാഡം. ഇവളിവിടെ എങ്ങനെ എത്തിയത്? ഇപ്പൊ ഈ നാട്ടുകാരുടെ മുന്നിൽ എന്റെ കള്ളത്തിലൊക്കെ വിളിച്ചെത്താകുമല്ലോ. നിനക്കെന്റെ സ്ഥാനത്ത് ഒരിക്കലും വരാൻ പറ്റില്ല. ഞാനാണ് യഥാർത്ഥ പോലീസുകാരി. ആരും നിന്നെ വിശ്വസിക്കില്ല. ഞാനാണ് യഥാർത്ഥ പോലീസ് മാഡം. എന്റെ അനന്തരവാ, ഇവരിൽ ആരാണ് യഥാർത്ഥ മാഡം, ആരാണ് വ്യാജമായത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ അമ്മാവാ, എനിക്ക് യഥാർത്ഥ പോലീസ് മാഡത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹലോ ഗോജി അങ്കിൾ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സ്റേ മിററുമായി ഫണ്ടൂസ് നഗർ മൈതാനത്തിലേക്ക് വാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ തന്നെയാണ് യഥാർത്ഥ പോലീസ് മാഡം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ തന്നെയാണ് യഥാർത്ഥ പോലീസ് മാഡം. എന്റെ മേഘം മുഴുവൻ നശിപ്പിച്ചത് ആരാടോ? ബഹദൂറെ, ആ കണ്ണാടി കൊണ്ടെടുക്ക. അയ്യോ അനന്തരവാ, ഇവരിൽ ആരാണ് വ്യാജമെന്ന് പറഞ്ഞത്? ഇതാണോ അതോ ഇതാണോ? ഇത് വലിയ കൺഫ്യൂഷൻ ആയല്ലോ പോലെ. എത്ര പ്രാവശ്യം പറയണം ഞാനാണ് ഒറിജിനൽ, ഇവൾ ഡ്യൂപ്ലിക്കേറ്റ്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് കണ്ണോടി ഒന്നും നോക്കാനില്ല. ഇവര് കണ്ണാടി പൊട്ടിച്ചു, അപ്പൊ ഇവര് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ്. മാഡം ഒരു വേഗം പിടികൂടൂ. വീണ്ടും കൺഫ്യൂഷൻ തന്നെയാണല്ലോ ഭഗവാനെ. കോജി സാർ തന്ന എക്സ്റേ മിററും പൊട്ടിയത് കണ്ടോ? ഇനി നമ്മൾ എങ്ങനെയാ ഇവരെ തിരിച്ചറിയുന്നത്? ഞാനാ ഒറിജിനൽ.
ഞാൻ തന്നെയാണ് യഥാർത്ഥ പോലീസുകാരി. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞില്ലേടി? അടിയാ. നിന്നെ ഞാനിന്ന് രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് മാഡം, അതായത് ഇവിടുത്തെ ആൾമാറാട്ടക്കാരി. അവസാനം നിന്റെ യഥാർത്ഥ മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇവൾ ആ പഴയ ആൾമാറാട്ടക്കാരി തന്നെയാ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുറച്ചു ദിവസം ഞാൻ ഇവളെ അകത്തിട്ടിരുന്നു. അതുകൊണ്ട് നീ എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നതാണല്ലേ? നീ എന്റെ എല്ലാ കാര്യങ്ങളും അനുകരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നു മാത്രം സാധിച്ചില്ല. നിയമത്തിന്റെ പിടിയിൽ നിന്നും എന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷയില്ല. ഇനി നീ സ്വപ്നത്തെ പോലും എന്നെ അനുകരിക്കുന്ന കാര്യം ചിന്തിക്കുകയില്ല. പണ്ടാരോ പറഞ്ഞത് വളരെ ശരിയാണല്ലേ. കക്കാൻ പഠിച്ചാ പോരാ, നിക്കാൻ പഠിക്കണം അത്രേ. ഓക്കെ അല്ലേ അമ്മ? Perfect. Okay, Anandrima.